നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യൂറോപ്പിലെ ഈ സീസൺ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ഇപ്പോൾ പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ലീഗുകൾ അവസാന ഘട്ടത്തിലെത്തി കഴിഞ്ഞു. ഇനി യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനൽ പോരാട്ടങ്ങളാണ് നടക്കാനുള്ളത്. നിലവിലെ ബാലൻഡിയോർ ജേതാവ് അഥവാ 2023 എന്ന വർഷത്തെ ബാലൻഡിയോർ ജേതാവ് അത് മറ്റാരുമല്ല, ലയണൽ മെസ്സി തന്നെയാണ്. ഇനി മെസ്സിയുടെ പിൻഗാമിയായിക്കൊണ്ട് 2024 ആരായിരിക്കും ബാലൻഡിയോർ പുരസ്കാരം നേടുക എന്നുള്ളത് ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യമാണ്. ടോപ്പ് 5 ഫേവറേറ്റുകളെ ഇപ്പോൾ ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരു വിജയ സാധ്യത ഓഡ്സുകളിലൂടെ കണക്കാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒന്നാം സ്ഥാനത്ത് വരുന്നത് റയൽ മാഡ്രിഡിന്റെ ഇംഗ്ലീഷ് സൂപ്പർ താരമായ ജൂഡ് ബെല്ലിംഗ്ഹാം ആണ്. അദ്ദേഹത്തിന്റെ ക്ലബ്ബായ റയൽ മികച്ച പ്രകടനം നടത്തുന്നു. ലാലിഗയിൽ കിരീടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ സെമിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. മികച്ച പ്രകടനമാണ് ആദ്യ സീസണിൽ തന്നെ റയലിന് വേണ്ടി ബെല്ലിംഗ്ഹാം ഇപ്പോൾ നടത്തുന്നത്. 25% സാധ്യതയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ കൽപ്പിക്കപ്പെടുന്നത്. രണ്ടാം സ്ഥാനത്ത് വരുന്നത് മറ്റാരുമല്ല, കിലിയൻ എംബപ്പയാണ്. മികച്ച പ്രകടനം പതിവ് പോലെ അദ്ദേഹം നടത്തുന്നു. അദ്ദേഹത്തിന്റെ ക്ലബ്ബായ PSG ലീഗ് കിരീടത്തിലേക്ക് കുതിക്കുകയാണ്. മാത്രമല്ല UCL സെമി ഫൈനലിൽ ഇപ്പോൾ എംബപ്പയുടെ ടീമായ PSG ഉണ്ട്. 23% സാധ്യതകളാണ് ഇപ്പോൾ കിലിയൻ എംബപ്പയ്ക്കുള്ളത്. അതായത് നിലവിൽ ജൂഡ് ബെല്ലിംഗ്ഹാമോ അല്ലെങ്കിൽ കിലിയൻ എംബപ്പയോ ഈ ഒരു ബാലൻഡിയോർ നേടാനുള്ള സാധ്യതകളാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. മൂന്നാം സ്ഥാനത്ത് ഹാരി കെയ്ൻ വരുന്നു. 18% സാധ്യത അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരത്തിലുണ്ട്. ഈ യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ ഈ സീസണിൽ നേടിയ താരം അത് ഹാരി കെയ്ൻ ആണ്. പക്ഷെ ലീഗ് കിരീടം അദ്ദേഹത്തിന്റെ ക്ലബ്ബായ ബയേണിന് നഷ്ടമായിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ സെമിയിൽ ബയേൺ മ്യൂണിക്ക് ഇപ്പോൾ ഉണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് ആശ്വാസകരമായ കാര്യമാണ്. ഇനി നാലാമത്തെ താരം വരുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ സൂപ്പർ സ്ട്രൈക്കറായ ഏർലിംഗ് ഹാലൻഡ് ആണ്. മികച്ച പ്രകടനം അദ്ദേഹം നടത്തുന്നുണ്ട്. 17% സാധ്യതയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ കൽപ്പിക്കപ്പെടുന്നത്. പക്ഷെ മാഞ്ചസ്റ്റർ സിറ്റി ഇപ്പോൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നിന്നും പുറത്തായിട്ടുണ്ട്. FA കപ്പിലും പ്രീമിയർ ലീഗിലും അവർക്ക് കിരീട സാധ്യതകൾ അവശേഷിക്കുന്നുണ്ട്. നിലവിലെ ചാമ്പ്യനായ ലയണൽ മെസ്സിയാണ് 5ാം സ്ഥാനത്ത് വരുന്നത്. 10% സാധ്യത ഇപ്പോൾ മെസ്സിക്ക് കൽപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ ലീഗ്സ് കപ്പിൽ മികച്ച പ്രകടനം മെസ്സി നടത്തിയിരുന്നു. അത് ഇത്തവണത്തേക്ക് പരിഗണിക്കും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. മെസ്സിക്ക് പരിക്ക് മൂലം കുറെ മത്സരങ്ങളൊന്നും ഇപ്പോൾ കളിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ കളിച്ച മത്സരങ്ങളിലൊക്കെ തന്നെയും അദ്ദേഹം മികച്ച പ്രകടനം പുറത്തെടുക്കുന്നു. പക്ഷെ അദ്ദേഹം യൂറോപ്പിന് പുറത്താണ് ഉള്ളത് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. എന്നിട്ട് പോലും അദ്ദേഹത്തിന് 10% പ്രോബബിലിറ്റി ഇവിടെയുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, വരുന്ന കോപ്പ അമേരിക്കയിൽ മികച്ച പ്രകടനം നടത്തുകയും അർജന്റീനയെ കിരീടത്തിലേക്ക് നയിക്കാൻ സാധിക്കുകയും ചെയ്താൽ മെസ്സിയുടെ ഈ ഒരു സാധ്യത വർദ്ധിക്കാനും ഇവിടെ ഉണ്ട്. ആ ഒരു സാധ്യതകൾ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും നിലവിൽ ഇപ്പോൾ ജൂഡ് ബെല്ലിംഗ്ഹാം അല്ലെങ്കിൽ കിലിയൻ എംബപ്പെ ഈ 2 താരങ്ങളിൽ ആർക്കെങ്കിലുമാണ് ഏറ്റവും കൂടുതൽ സാധ്യതകൾ ഇപ്പോൾ കൽപ്പിക്കപ്പെടുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീണ്ടും കാണാം.